ഹേ ഗായ്സ്, ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഇന്ത്യാസ് ഫസ്റ്റ് ഫ്ലെയിം കിറ്റ് ആഡ് ചെയ്തിട്ടുള്ള ഒരു ടാറ്റ ആൾട്രോസ് ആണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലെയിം കിറ്റ് ആഡ് ചെയ്തിട്ടുള്ള ടാറ്റ ആൾട്രോസുമായാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ്. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, നമുക്ക് ഡീറ്റെയിൽഡ് റിവ്യൂയിലേക്ക് കടക്കുന്ന മുന്നേ നമുക്ക് ആദ്യം വണ്ടിയുടെ ഓണറെ പരിചയപ്പെടാം. അപ്പോൾ നിങ്ങളുടെ പേര്? അർജുൻ. എവിടെ ലൊക്കേഷൻ വരുന്നത്? കാലിക്കറ്റ് പന്തീരങ്കാവാണ്, കാലിക്കറ്റ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ അർജുൻ ബ്രോ ആണ് ഈ ആൾട്രോസിന്റെ ഓണർ. അപ്പോൾ ഇന്ത്യാസ് ഫസ്റ്റ് ഫ്ലെയിം കിറ്റ് ആഡ് ചെയ്തിട്ടുള്ള ഒരു ആൾട്രോസ് ആണ് നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എന്തെല്ലാം വർക്ക് എടുത്തിട്ടുണ്ട്, അതുപോലെ ഇതിന്റെ ഓരോ കാര്യങ്ങളും അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഒരു ആൾട്രോസ് ഉള്ള ഒരാളാണെങ്കിൽ അവർക്ക് എങ്ങനെയൊക്കെ മോഡിഫൈ ചെയ്യാം എന്നുള്ള നമുക്ക് സജഷൻസ് കൊടുക്കാനാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ട് ടാറ്റ ആൾട്രോസ് എടുത്തു? കാരണം പലർക്കും പല നെഗറ്റീവ്സ് ഉള്ളതാണ് ടാറ്റ ബ്രാൻഡ്സ്, അതേപോലെ ടാറ്റയുടെ കാർസ് പലർക്കും പല നെഗറ്റീവാണ്, ഉപയോഗിക്കുന്നവർക്കല്ല ഉപയോഗിക്കാത്തവർക്ക്. ഇപ്പോൾ ഞാനടക്കം ടാറ്റ ഓണറാണ്. ടാറ്റ പുതിയ EV-യിൽ ഞാനും ഓണറാണ്. പിന്നെ പുതിയ EV എന്നല്ല, അതിന് മുന്നേ ഞാൻ തന്നെ ടാറ്റയിലുണ്ട്. അപ്പോൾ ബ്രോക്ക് എന്തുകൊണ്ട് ഈ ടാറ്റ ആൾട്രോസ് എടുക്കാൻ കാരണം? കോയിൻസിഡന്റ്ലി എടുത്തത് തന്നെയാണ്. പിന്നീടാണ് ഇത് യൂസ് ചെയ്തിട്ട് ഇതിനോടുള്ള ഒരു ഇഷ്ടം കൂടിയത്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ എടുത്തതാണ് വേണ്ടി, വെറുതെ ഒരു ടാറ്റ ഷോറൂം പോയി നോക്കി ടെസ്റ്റ് ഡ്രൈവ് അടിച്ചു, ഇഷ്ടപ്പെട്ടു, അങ്ങനെ എടുത്താ. അപ്പൊ നിങ്ങൾ ഫ്രഷ് എടുത്തതിന് വേണ്ടി? ഫ്രഷ് എടുത്ത 2022 2022 പെട്രോൾ XM വേരിയന്റ് ആണ്. ഓക്കെ, ഈ XM എന്ന് പറയുന്നത് മിഡിൽ ഓപ്ഷനാണ് വരുന്നത്. അതാകുമ്പോൾ നമുക്ക് ഫീച്ചേഴ്സ് കുറവില്ല കൂടുതലും ഇല്ല, രണ്ടിനും നടുവിൽ നിന്നോളൂ. അപ്പൊ ഇതില് അന്ന് എത്ര ഓൺ റോഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വണ്ടി? അന്ന് അറൌണ്ട് 7-8 സംതിങ്. പിന്നെ എക്സ്ട്രാ ഫിറ്റിംഗ് ഒക്കെ പാടെ ഒരു 8ന്റെ അടുത്തായിട്ടുണ്ട്. അന്ന് വണ്ടി ഏത് കളറായിരുന്നു? അതൊക്കെ ചോദിക്കാനുള്ളത്. വൈറ്റ് കളറായിരുന്നു. ഫസ്റ്റ് നമ്മൾ ഇതിൽ ചെയ്ത അപ്ഗ്രേഡ് എന്ന് പറഞ്ഞാല് വൈറ്റ് ബ്ലാക്ക് ആയത്. ടോട്ടലി നമ്മള് ബ്ലാക്കിലായിട്ട് കൺവേർട്ട് ചെയ്തു. ഫുൾ വൈറ്റ് ആയിരുന്നു വണ്ടി, മൊത്തത്തിൽ ബ്ലാക്ക് ചെയ്ത വണ്ടി. ഫുൾ ആയിട്ട് നമുക്ക് ബ്ലാക്കിലായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. അത് റാപ്പ് ഒന്നല്ല, പെയിന്റിംഗ് ആണ്, ഫുൾ പെയിന്റിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ കോയിൻസിഡൻസ് ആയിട്ടാണ് നമ്മൾ ടാറ്റ ആൾട്രോസിലായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് വണ്ടിയോട് ഇഷ്ടം കൂടി വന്നു അല്ലേ? അങ്ങനെയാണ് ഇപ്പോൾ ഈ വർക്കുകൾ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ലാസ്റ്റ് ഫ്ലെയിം കിറ്റ് വരെ എത്തി നിൽക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഇത്ര മോഡേൺ ആയിട്ടുള്ള വർക്ക് ചെയ്യാം? ഇപ്പോൾ ഓക്കെ, നമ്മൾ വണ്ടിയോട് ഇഷ്ടം കൂടുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ വീൽസ് ഇടാം, സ്പോയിലർ വെക്കാം, സ്പ്ലിറ്റേഴ്സ് വെക്കാം, അതൊക്കെ കാരണങ്ങളാണ്. പക്ഷെ എന്തുകൊണ്ട് എൻജിൻ സൈഡിൽ ഇപ്പോൾ നമുക്ക് എക്സോസ്റ്റ് അതേമാതിരി ഫ്ലെയിം കിറ്റ് ആഡ് ചെയ്യാനുള്ള ഒരു കാരണം? ഫ്ലെയിം കിറ്റ് യുണീക്കാണ്. പ്രത്യേകിച്ച് അൾട്രോസിൽ തന്നെ ആരും ഫ്ലെയിം കിറ്റ് ചെയ്തിട്ടില്ല ഇതുവരെ. ഇന്നേ തന്നെ എന്റെ അറിവില് ചെയ്തിട്ടില്ല. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളി, പ്രശ്നമില്ല. പക്ഷെ ടൈപ്പിലോടാം. പക്ഷെ ഇതുവരെ ഇതാണ് ഇന്ത്യാസ് ഫസ്റ്റ് ഫ്ലെയിം കിറ്റ് ആഡ് ചെയ്ത ടാറ്റ ആൾട്രോസ്. കുറെ വേറെ ഷിഫ്റ്റ് കാര്യങ്ങൾ പോളോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ടാറ്റയില് തന്നെ ഫസ്റ്റ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതെ. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു എന്താണ് ബ്രോ, അങ്ങനെ കോയിൻസിഡൻസ് ആയിട്ടാണ് ഇപ്പോൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു യൂണീക്നെസ്സിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ എക്സോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഫ്ലെയിം കിറ്റും ആഡ് ചെയ്തിട്ടുള്ളത്. അത് തന്നെ നമുക്കൊരു ഇന്ത്യാസ് ഫസ്റ്റ് അങ്ങോട്ട് തൂക്കി എടുത്തിട്ടുണ്ട് കേട്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു ചിന്താഗതി ആയിരിക്കും, ടാറ്റ ആൾട്രോസിലൊക്കെ ഇതിലെന്തെങ്കിലും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നന്നാവോ, അല്ലെങ്കിൽ എന്തെങ്കിലും പണി കിട്ടുമോ എന്നൊക്കെ. അപ്പോൾ ഇതുവരെ അങ്ങനെ എന്തെങ്കിലും പണി കിട്ടിയതായിട്ട് ഇതുവരായിട്ടും അങ്ങനെ മെയിൻ പണികൾ ഇതുവരായിട്ടും വന്നിട്ടില്ല. മെയിൻലി ഇതില് പണികൾ ഓവറായിട്ട് അങ്ങനെ കിട്ടിയിട്ടൊന്നുമില്ല. വലിയ ലെവലില് ചെറിയ മൈനർ തിങ് അല്ലാതെ മേജറായിട്ട് ചെയ്തിട്ടൊന്നുമില്ല. വാണിങ്സ് കാര്യങ്ങളൊക്കെ ഫ്ലെയിം കിറ്റ് ചെയ്തതിനെ കൊണ്ട് കാറ്റലിറ്റിക് കൺവെർട്ടർ കട്ട് ചെയ്ത് അപ്പം ഒക്കെ ഫുള്ള് കട്ട് ചെയ്തപ്പോ വാണിങ് കത്തി. അപ്പം മുതലേ വാണിങ് തുടങ്ങും. തുടങ്ങണല്ലോ, എന്തായാലും തുടങ്ങും. കാരണം എന്താ വെച്ചാൽ നമ്മള് വണ്ടിയുടെ ഇല്ലാത്തൊരു ഫിറ്റ്മെന്റിൽ നമ്മൾ മാറ്റം ഫുള്ളി ചേഞ്ച് ചെയ്യും. അതുകൊണ്ട് എറേഴ്സ് കാണിക്കും എന്തായാലും. പക്ഷെ എന്നാലും വണ്ടി വേറെ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല, വേറെ തരത്തിലുള്ള ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. ഇപ്പൊ വർക്കിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടോ? കോൺഫിഡൻസ് ഉണ്ട്, ഉള്ളതുകൊണ്ടാണ് ഇതിൽ നിൽക്കുന്നത്. ഇത്രയും ഇതില് നിന്നിട്ടില്ല, ഇനിയും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇനിയും വർക്ക് വരാനുണ്ട്. റിവീൽ ചെയ്യണോ അതോ നമ്മള് ഇപ്പൊ റിവീല് മെയിൻലി ചെയ്യാനുള്ളത് ഹെഡർ ഇല്ല. ഇതിനിപ്പം കാറ്റലിറ്റിക് കൺവെർട്ടർ തൊട്ടാണ് എക്സോസ്റ്റ് ഉള്ളത്. ഹെഡർ ചെയ്യും, പിന്നെ ട്യൂണിങ് വിത്ത് ബാനർ. ഓക്കെ,
ട്യൂണിങ് ചെയ്യാണ്ട്, അതേപോലെ തന്നെ നമുക്ക് ബാങ്കർ കിറ്റും ചെയ്യാണ്ട്. അപ്പൊ പിന്നെ കുറച്ച് ഹെഡ്ലൈറ്റിന്റെ കുറച്ച് വർക്ക്, ഹെഡ്ലൈറ്റ് നമുക്ക് കസ്റ്റം മെയ്ഡ് ആവാനൊക്കെ ലുക്ക് വൈസ്. ഓക്കെ. പിന്നെ BNC എയർ ഫിൽറ്റർ, ഈ മൂന്നെണ്ണാണ് മെയിൻലി നമ്മള് ഓക്കെ ചെയ്യാം. ഓക്കെ, അപ്പോ നമുക്കൊരു പാർട്ട് 2 ആണ് സ്മെല് ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ ഫ്രണ്ട് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്പ്ലിറ്റേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? സ്പ്ലിറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, 3 പീസ് സ്പ്ലിറ്റേഴ്സ് ആണ് യൂണിവേഴ്സലല്ലേ വരുന്നത്? ഓക്കെ, എല്ലാം ഉണ്ട്. പിന്നെ ഈ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ഫുൾ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ നമ്മള് എല്ലാം ബ്ലാക്ക് ആക്കിയില്ലേ? എല്ലാം ബ്ലാക്ക് ആക്കി. ഇതിലിപ്പം ഇതില് സെക്കൻഡ് വൺ ചെയ്തത് വീൽസ് ആയിരുന്നു. അതില് ആദ്യം സിൽവർ കളർ ആയിരുന്നു. അത് ഞാനത് ടോട്ടലി മാറ്റി ബ്രോൺസ്, ഗോൾഡൻ ബ്രോൺസ് കളറിലേക്ക് കൺവേർട്ട് ചെയ്താ. ഡാർക്ക് ചെയ്തതാ വണ്ടി. കുറച്ച് ബ്ലാക്ക് ആണ് കുറച്ചും കൂടെ ഫേവറേറ്റ്. കാണുന്നുണ്ട്, കോസ്റ്റ്യൂം കണ്ടാൽ തന്നെ അറിയാം ഞങ്ങൾ രണ്ടാളും ബ്ലാക്ക് ആയി പോയി. എന്ത് ചെയ്യാനാ? അതും എല്ലാം മാച്ചാ. അതും കോയിൻസിഡൻസ് ആയിരുന്നു. സൈഡ് പ്രൊഫൈൽ നമ്മൾ എന്തെല്ലാം ചെയ്തിട്ടുള്ളത്? സൈഡില് മെയിൻലി നമുക്ക് കാണാൻ പറ്റുന്ന വീൽസ് ആണ്. വീൽസ് പിന്നെ ഇത് സ്റ്റിക്കർ ചെയ്തതാണ്. ഓക്കെ, അത് സ്റ്റിക്കർ വർക്ക് ചെയ്താണ്. ഓക്കെ, പിന്നെ വീൽസ് ഏതാ ചെയ്തിട്ടുള്ളത്? ഇത് വീൽസ് 17 ഇഞ്ചസ് ഒരു 3SDM എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ്. ഒരു 8.5J ആണ് ഇതിന്റെ വിഡ്ത്. 8.5J വരുന്നുണ്ട്. ഞാൻ ആദ്യം ഞാൻ വണ്ടീനെ വരുന്ന കണ്ടപ്പോൾ വിചാരിച്ചു സ്പേസർ ഇട്ടാണ് വിചാരിച്ചത്. സ്പേസർ അല്ല, അത്യാവശ്യം നല്ല J വരുന്ന ടയർ. അതാണ് ഇത്ര ഇപ്പം നമുക്ക് കാണാൻ പറ്റും, ഇത്രത്തോളം. പിന്നെ നമുക്ക് വീൽ നോക്കുകയാണെങ്കിൽ ഇത് ബ്രോൺസ് കളറാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? ഇത് എടുത്ത ടൈമില് സിൽവർ ആയിരുന്നു. പിന്നെ വണ്ടി കുറച്ച് ഡാർക്കൺ ആക്കാൻ വേണ്ടിയിട്ട് മൊത്തം ഗോൾഡ് ആക്കി. പിന്നെ അതേപോലെ മിറേഴ്സ് ഒക്കെ നമുക്ക് ഇതിൽ ബ്ലാക്ക് ആണോ വരുന്നത് അതോ? ബ്ലാക്ക് ആണ് വരുന്നത്. ഈ ഒരു എലമെന്റ് സിൽവർ ആയിരുന്നു, അത് ബ്ലാക്ക് ഔട്ട്. അത് നമ്മൾ ബ്ലാക്ക് ഔട്ട് ചെയ്ത് മാറ്റി. അപ്പൊ സത്യം പറഞ്ഞാൽ ഫുൾ ഒരു ബ്ലാക്ക്. ഇപ്പൊ ഇന്ന കണ്ണാടി പോലെ കാണുന്നുണ്ട് ഇതിൽ. എത്ര പെർസെന്റേജ് കൂളിംഗ്? അത് 15 മേലെ 0 ആക്കി. ഓക്കെ, 15 മേലെ 0 ആക്കി. 2 സ്റ്റിക്കർ വരുന്നുണ്ട്, 2 ലെയർ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ വെറുതെ ഒന്നും കാണാത്ത ഫ്രണ്ട് ഒന്നുമില്ല, ക്ലീൻ ആണ്. സൈഡില് മാത്രം, സൈഡിലും ബാക്കിലും ചെയ്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉള്ളതുകൊണ്ടാണ് ഈ ബ്യൂട്ടി കൂടുതലായിട്ട് കിട്ടുന്നത്. അത് ബ്ലാക്ക് ആയതുകൊണ്ട് ആ ഒരു ഇത് ഫിനിഷിംഗ് ഉണ്ട്. ഓക്കെ, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പിന്നെ പറയാൻ വിട്ടുപോയ കാര്യം, ലോവറിംഗ് ചെയ്തിട്ടുണ്ട്. ലോവറിംഗ് എങ്ങനെ? നമ്മള് സ്പ്രിങ് കട്ട് ചെയ്താണോ അതോ കോയിലോവേഴ്സ് യൂസ് ചെയ്താണോ? ഇതിന് ഡോക്ടർ നാനോന്റെ കുറെ സ്പ്രിങ് ഞാൻ നോക്കി, കിട്ടാനില്ല. ഇതിനെ മേക്ക് ചെയ്തിട്ടില്ല. എങ്ങനെ? ടാറ്റ അൾട്രോസിന് മേക്ക് ചെയ്തിട്ടില്ല. വലിയ പ്രശ്നമുണ്ടല്ലോ. കാരണം വെച്ചാല് മോഡിഫൈഡ് കാറ്റഗറിയിൽ കാണാത്തൊരു വണ്ടിയാണ് ആൾട്രോസ്. അപ്പോൾ ആൾട്രോസിനുള്ള കുറെ മറ്റെന്താ പറയാ, നമുക്ക് മോഡിഫൈഡ് പാർട്സുകൾ നമുക്ക് അവൈലബിൾ ആവാൻ ചാൻസ് കുറവാണ്. പിന്നെ ഉണ്ടെങ്കിൽ തന്നെ കസ്റ്റം മെയ്ഡ് നമ്മളായിട്ട് ഓൺ ബിൽഡ് ആയിട്ട് ഉണ്ടാക്കേണ്ടി വരും. വീൽസ് ആണെങ്കിലും 108 PCD ആണ്. ഓക്കെ, അപ്പം ഷിഫ്റ്റിന്റെ വീല് നമുക്കിപ്പം മാറ്റിയിടണം എന്ന് വിചാരിക്കാം. ഫ്രണ്ട്സിന്റെ അടുത്ത് കുറെ വണ്ടിയുണ്ട്, പോസിബിൾ അല്ല. നമുക്ക് അതും ശരിയാണല്ലോ അല്ലേ? പോസിബിൾ അല്ല. ഇത് 108 PCD ആണ്. അതും കിട്ടാൻ കുറച്ച് പണിയാണ്. കിട്ടും പക്ഷേ എന്താ പറയാ, കമ്പാരിറ്റീവ്ലി അങ്ങനല്ല, കിട്ടും പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ കിട്ടാൻ ചാൻസ് കുറവാണ്. ഡിസൈൻ കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ PCD നമുക്ക് കോമൺ ആയിട്ട് അവൈലബിൾ ആവുന്ന PCDക്ക് നമുക്ക് നല്ല നല്ല മോഡൽസ് അവൈലബിൾ ആവും, ഡിസൈൻസ്. ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നുണ്ട്, മെയിൻ പ്രശ്നം. ഓക്കെ, പിന്നെ ഇതിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്ന് തപ്പണം. എല്ലാ പ്രശ്നങ്ങളും നടുവ് കൂടിയാണ് ഞാൻ പോകുന്നത്. അല്ല, ഞാൻ പറഞ്ഞ ഒരു യുണീക്നെസ് ആണ് മെയിൻ. ആൾട്രോസ് ആരും വർക്ക് ചെയ്തിട്ടില്ല, അപ്പൊ നിങ്ങളത് വർക്ക് ചെയ്തു, നിങ്ങളത് യുണീക്നെസ് ആക്കി. അപ്പൊ ഇപ്പൊ നമ്മള് ലോവറിങ് എങ്ങനെ ചെയ്തിട്ടുള്ളത്? ലോവറിങ് പിന്നെ കോയിലോവേഴ്സിന്റെ സ്പ്രിംഗ് ഉണ്ട്, അത് 35K above ആവും ഫിറ്റിംഗ് ഒക്കെ പാടെ. അപ്പൊ ഞാനൊന്നും നോക്കിയില്ല, നേരെ കംപ്രസ് ചെയ്തു. ഹീറ്റ് ചെയ്ത് കംപ്രസ് ചെയ്തു. അപ്പം വണ്ടി താന്നു. ഇതിപ്പോ എത്ര ഇഞ്ച് തന്നിട്ടുണ്ടാവും ഒരു കണക്കുണ്ടോ? നല്ല താന്നിട്ടുണ്ട്. അതായത് ഇപ്പൊ ഇതിന്റെ ഗ്യാപ്പ് വെച്ച് നോക്കുമ്പോ 2 ഫിംഗറാ. 2 ഫിംഗർ പോലും ഇല്ല. ശരി, 2 ഫിംഗർ പോലും ഇല്ല. കറക്റ്റ് ടൈറ്റ് ആണ്. മറ്റേ നോക്കുമ്പോ എന്റെ ഇങ്ങനെ നേരെ കൈ കയറുന്നുണ്ട്. 5 ഫിംഗറിന് ഇങ്ങനെ കയറിയിരുന്നു. ഓക്കെ, അപ്പൊ അത്യാവശ്യം നല്ല ഇഞ്ച് താത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് കൊണ്ടടക്കാനൊക്കെ? നല്ല കുതിരന്റെ മേലെ പോകും. ഇതിപ്പോ ഇങ്ങനെ ആടി പോവാല്ലേ? പിന്നെ നമുക്ക് സൈഡിൽ നമുക്ക് സ്കേർട്ട് കാണാനൊന്നും ആവശ്യം വരുന്നില്ല, ഓൾറെഡി നല്ല വൈകാതെ വരും, ഇൻസ്റ്റാൾ ചെയ്യും. സ്കേർട്ടിങ്ങും ലിപ്പും ആഡ് ചെയ്യും. അപ്പോൾ ഒന്നും കൂടി കൊണ്ടെടുക്കാൻ ബുദ്ധിമുട്ടാവില്ലേ? യുണീക്ക് ഒറ്റ പേരോട് യുണീക്ക്. അപ്പൊ എനിക്ക് ഈ വണ്ടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിന്റെ റിയർ സൈഡ് ആണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഈ ബാക്ക് തന്നെയാണ്. എന്നുവെച്ചാൽ ബാക്ക് അത്യാവശ്യം നല്ല നൈസായിട്ട് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്? 2 കാര്യങ്ങളാണ് മെയിനായിട്ട്. ഒന്ന് എക്സോസ്റ്റ്, ഡുവൽ എക്സോസ്റ്റ് ആണ്. പിന്നെ സ്പോയിലേഴ്സ്
സ്പോയിലേഴ്സ് ഇത് ഏത് ടൈപ്പാ വരുന്നത്? ഇത് ബാറ്റ്മാൻ എന്നാണ് പറയാ, പക്ഷെ 2 ടൈപ്പ് ബാറ്റ്മാൻ ഉണ്ട്. ഇതിന് ആദ്യം നോർമലി നമ്മൾ കാണുന്ന ബാറ്റ്മാൻ ഇങ്ങനെ ബോഡിയിൽ നിന്ന് ഇങ്ങനെ പോളോയൊക്കെ സൂട്ട് ആവുന്നുള്ള സാധനമാണ്, പക്ഷെ അത് കുറച്ച് ചെറുതാ. അത് ഇതിന് വെച്ച് ഇൻസ്റ്റാൾ ചെയ്തിരുന്നു, പിന്നെ റിമൂവ് ചെയ്തിട്ടാണ് ഇത് രണ്ടാമത് വെച്ചിട്ടുള്ളത് അല്ലേ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട സംബന്ധം താഴോട്ട് വരുമ്പോൾ 2 പുട്ടുകുറ്റി ഇരിക്കുന്നുണ്ട്. എന്താണ് ഇതിൽ ചെയ്തിട്ടുള്ള എക്സോസ്റ്റ് വർക്കുകൾ? ഇത് കൺവെർട്ടർ തൊട്ട് എൻഡ് വരെ സ്ട്രേറ്റ് പൈപ്പ് ചെയ്തതാണ്. SS-ലാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ സെന്ററിൽ ബൊർല സിംഗിൾ ടിപ്പ് എക്സോസ്റ്റ് മൊഡ്യൂൾ വെച്ചിട്ടുണ്ട്, ഓൺ ഓഫ് ചെയ്യാം. പിന്നെ വിത്ത് ഫ്ലെയിം കിറ്റ്. ഓക്കെ, അതാണ് മെയിൻ ഹൈലൈറ്റ്. ഇത് എക്സോസ്റ്റ് ചെയ്തേക്കുന്ന R34 പെർഫോമൻസ് എന്നാണ് ചെയ്തിട്ടുള്ളത്. ഔട്ട് ഭയങ്കര വലിയ ഔട്ടാണ് കൊടുത്തിട്ടുള്ളത്. എനിക്ക് കുറച്ച് അവരെന്നെ മേക്ക് ചെയ്തേക്കുന്ന. ഓക്കെ, അവരെ ഓൺ ബിൽഡ് ആണോ? അല്ല, ഞാൻ അവരോട് ഒരു ഡിസൈൻ പറഞ്ഞു. ഞാൻ ഇത്രത്തോളം നല്ല രീതിയിലാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ചെറിയൊരു ഭയം എനിക്കുണ്ടായിരുന്നു, പക്ഷെ അവർ നല്ല വൃത്തി ചെയ്തു. സത്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോയിൽ അവിടെ നിന്ന് കാണുമ്പോൾ ടാറ്റയുടെ ലോഗോ ഒന്നും കാണുന്നുണ്ടാവില്ല. അപ്പൊ ഇത് ടാറ്റയുടെ വണ്ടിയാണെന്നൊരു തോന്നലും ഉണ്ടാവില്ല. അത് ഒറ്റൊരു കാര്യം. സത്യം പറഞ്ഞാൽ ഇത് ആൾട്രോസ് തന്നെയാണ്. അതും ബ്ലാക്ക് ചെയ്താ, ഇത് സ്റ്റിക്കർ ചെയ്താ. ഇത് നമ്മൾ സ്റ്റിക്കർ ചെയ്ത് ആൾട്രോസ് നമ്മൾ ചെയ്തിട്ടില്ല. പേരുണ്ടായിക്കോട്ടെ, കുറച്ചേലും പേരുണ്ടായിക്കോട്ടെ വെച്ചിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ കേൾപ്പിച്ചാണുള്ളത് ഇതിന്റെ എക്സോസ്റ്റ് ആണ്. ഇനിയുള്ള വർക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ട്യൂണിങ്ങും അതേപോലത്തെ ബാങ്കർ കിറ്റ് ആണ്. ബാങ്കർ കിറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ കാണുന്ന എക്സോസ്റ്റ് പോലെ ആവില്ല. അതാണ് ഞാൻ മുന്നേ പറയാൻ പോകുന്നത്. ബാങ്കർ കിറ്റ് ആകുമ്പോൾ നമുക്ക് ഒരു മൊഡ്യൂളാണ് വരുന്നത്. ഇപ്പോൾ ഫ്ലെയിം കിറ്റിന് വരുന്ന അതേപോലത്തെ ഒരു മൊഡ്യൂൾ തന്നെ അതും വരുന്നത്. അപ്പോൾ അതൊരു വലിയൊരു മാറ്റമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൾട്രോസിലും അതും ഫസ്റ്റ് ടൈം ആയിരിക്കും. ഇന്ത്യാസ് ഫസ്റ്റ് തന്നെ ആയിരിക്കും അതും വരാൻ പോകുന്നത്. ഇനി വേറെ ആരും ചെയ്തിരുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ഇട്ടോളും, പ്രശ്നമില്ല. നമുക്ക് പ്രശ്നമൊന്നുമില്ല. റിയറിൽ നമുക്ക് തന്നെ ലോവറിംഗ് ആണ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. റിയറിൽ 1 ഫിംഗറേ കയറുള്ളൂ. ഫ്രണ്ട് 2 ആണ്. ടയർ ഇതാവണ്ടേ, അല്ലെങ്കിൽ തിരിയില്ലല്ലോ, തട്ടിക്ക് പോകും. പക്ഷെ ഇതൊക്കെ പ്യൂർ പാഷന്റെ പേരിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതാണ് പറയാനുള്ളത്. ഡ്രീമാണ്, ഒരു ആഗ്രഹം കൊണ്ട് പണിതാണ് ഇതൊക്കെ. മൊത്തത്തിൽ നമുക്ക് ഈ ഒരു ഫീൽഡിൽ എത്തണമെന്നുണ്ടെങ്കിൽ വണ്ടി വേണമെന്നില്ല. ഈ വണ്ടി ഭ്രാന്ത് മാത്രം, വണ്ടിനോടുള്ള ക്രേസ്, ആ ഒരു ഡ്രീം, അതാണ് എനിക്ക് വേണ്ടത്. സത്യം പറഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ഇപ്പൊ എല്ലാവരുടെ കയ്യിൽ ആദ്യം തന്നെ വണ്ടി ഒന്നും ഉണ്ടാവില്ല. ഞാനാണെങ്കിലും എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഫസ്റ്റ് പോയി, അങ്ങനെ പോയി പിന്നെ പണിക്ക് പോയി, പിന്നെ അതിന് കാശുണ്ടാക്കി, പിന്നീടാണ് വണ്ടി. അങ്ങനെ നമ്മൾ വന്നാണ് ലാസ്റ്റ് ഒരു വണ്ടി ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതാണ് നോറിക്കിഡ്സ്. അതാണ് ഇപ്പോഴാണ് അതിന് അർത്ഥം കിട്ടിയത്. കാരണം നമ്മൾ നേരത്തെ നമ്മൾ ചോദിച്ചാൽ നമുക്ക് കറക്റ്റ് അല്ലായിരുന്നു. ഇപ്പോഴാണ് ശരിക്കും നോ റിഗ്രറ്റിന്റെ ആൻസർ കിട്ടിയത്. കാരണം കഷ്ടപ്പെട്ട് നമ്മൾ ആ വണ്ടി ഭ്രാന്ത് കൊണ്ട് ബിൽഡ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അവിടെ നമുക്ക് നോ റിഗ്രറ്റ്. കാരണം ഇപ്പൊ ഇത്രയും ബിൽഡ് ചെയ്തു, ഇതെല്ലാം ചെയ്തു, നോ റിഗ്രറ്റ്. ഇത്രയും ബാക്കിൽ ഇത്രയും കാര്യങ്ങൾ പറയാനുണ്ട് ബാക്കിൽ. അതാണ് മെയിൻ കാര്യം എന്ന് പറയുന്നത്. അത് പറഞ്ഞപ്പോഴാണ് ഈ ഒരു വണ്ടി ഭ്രാന്ത് കാരണമാണ് ഞങ്ങളും പരിചയപ്പെടാൻ പറ്റിയത്. സത്യം. കാരണം ഈ വണ്ടി ഭ്രാന്ത്, ഈ ഒരു ഫീൽഡിന്റെ പ്രത്യേകത അതാണ്. പക്ഷെ വണ്ടി വേണമെന്നില്ല, കണക്ഷൻസ് വരും, ഒരുപാട് കണക്ഷൻസ് ആയിരിക്കും, നല്ല കണക്ഷൻസ്. മറ്റേ ഈ ഡ്രഗ്സിലേക്കോ മറ്റേലേക്കോ പോകുന്നില്ല, വേറെ തന്നെ ക്രേസാ. നമുക്ക് ഒറ്റ ഭ്രാന്തേ ഉള്ളൂ, വണ്ടി ഭ്രാന്ത് മാത്രം. അതെ, ആ ഒരു ഭ്രാന്തേ ഉള്ളൂ. അതാണ്. നമ്മൾ ഇന്റീരിയറിൽ നമ്മൾ എന്തെല്ലാം ചെയ്തിട്ടുള്ളത്? ഇന്റീരിയറിൽ ആൻഡ്രോയിഡ് സ്റ്റീരിയോ, ആംബിയൻസ് ലൈറ്റ്. ഓക്കെ, ഇവിടെ ആംബിയൻസ് ലൈറ്റ് ഉണ്ടല്ലേ? നമ്മൾ അങ്ങനെ പെട്ടെന്ന് കാണൂലല്ലേ? പെട്ടെന്ന് കാണില്ല, രാത്രി മാത്രം കാണുള്ളൂ. രാത്രി അതിന് ലൈറ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ. പിന്നെ വേറൊന്നും ഇന്റീരിയറിൽ ഒന്നും ചെയ്തിട്ടില്ല.
ഇനി എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോ ഇന്റീരിയർ? പ്ലാന് മ്യൂസിക് സിസ്റ്റം 4 മാറി, മ്യൂസിക് 4 സ്പീക്കറും ബാക്കില് സബ് വൂഫറും ചെയ്തിട്ടുണ്ട്. ഓക്കെ, സൗണ്ടിന്റെ കാര്യത്തിൽ അങ്ങനെ സൗണ്ട് നമ്മൾ അതിൽ കോംപ്രമൈസ് ചെയ്തു. അതെ, സൗണ്ട് ഇല്ലാതെ നമുക്ക് ഒരു പരിപാടി ഇല്ല. പുറത്താണെങ്കിൽ എക്സോസ്റ്റ്, ഉള്ളിലാണെങ്കിൽ സബ്, രണ്ടും ഉണ്ട്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നമുക്ക് ഇന്ത്യാസ് ഫസ്റ്റ് ടാറ്റ അൾട്രോസ് വിത്ത് ഫ്ലെയിം കിറ്റിൽ പറയാനുള്ളത്. അപ്പോൾ ബ്രോനെ പരിചയപ്പെട്ടാലും വണ്ടി പരിചയപ്പെട്ടാലും സന്തോഷം. നിങ്ങളെ കണ്ടായിരിക്കും സന്തോഷം, ഒരുപാട് സന്തോഷം. എനിക്കും ഒരുപാട് സന്തോഷം. അപ്പോൾ ഇനി പറയാനുള്ളത് വെച്ചാൽ ഇതിന്റെ പാർട്ട് 2 വരാനുണ്ട്. കാരണം ഇനി കുറെ വർക്കുകൾ കയറാനുണ്ട്. അപ്പോൾ അത് ഉടനെ ഉണ്ടാവും അല്ലേ? ഉടനെ ഉണ്ടാവില്ലേ? എന്തായാലും. അപ്പോൾ അപ്പോഴും നമ്മൾ വീണ്ടും വന്നിരിക്കും. അപ്പോൾ ഇത്ര കാര്യം പറയാനുള്ളത്. മറ്റൊരു നമുക്ക് കിടിലും വീഡിയോ തരാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്താളി. ഇനി കുറേ വീഡിയോസ് വരാനുണ്ട്. തന്നെ നമുക്ക് 2-3 ഷൂട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പൊളിക്കാൻ നമുക്ക് ഇനി അങ്ങോട്ട്. അപ്പോൾ മറ്റു സ്ഥലം കിടിലും വീഡിയോ തരാം. അതിലേക്കും ബൈ.